ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കമ്മ്യൂണിസ്റ്റ് ഭീകര സാന്നിധ്യമുള്ള മേഖലകളിലെ സുരക്ഷ വിലയിരുത്താൻ യോഗം ചേരും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ചീഫ് സെക്രട്ടറിയും DGPയും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി രാജീവ് ചേർന്നുണ്ട്. രാജീവ്, ഈ യോഗവുമായി ബന്ധപ്പെട്ട എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്താണ്? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇത്തരമൊരു നിർണായക യോഗത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ടാണ് ഇത്തരമൊരു യോഗം വിളിക്കുക. പ്രധാനമായും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സാന്നിധ്യം കൂടുതലുള്ള മേഖലകളിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിലെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും DGPമാരും യോഗത്തിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് കേരളത്തിനും ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും DGPയും ഈ യോഗത്തിൽ പങ്കെടുക്കണം. കാരണം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തിന് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരായ നടപടികൾ കേന്ദ്ര സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളും വളരെ ശക്തമായ നടപടികളാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സുരക്ഷിത താവളമായി കേരളത്തെ മാറ്റുന്നുവെന്ന മുന്നറിയിപ്പായിരുന്നു നേരത്തെ കേന്ദ്ര ഇന്റലിജൻസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നൽകിയിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. കൃത്യമായ ലക്ഷ്മി, പ്രധാനമായും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ അഭയകേന്ദ്രമായി കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ വയനാടൻ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല കർണാടകയ്ക്കും തമിഴ്നാടിനും ഇതേ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയും തമിഴ്നാടും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വയനാട് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭീകര സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത്. പലപ്പോഴും നമുക്കറിയാം ഇവർ വനവാസി മേഖലകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ശക്തമായ എതിർപ്പാണ്. ഭരണപക്ഷത്തെ രണ്ടാമത്തെ പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ CPIയുടെ എതിർപ്പ് കൂടി പരിഗണിച്ചാണ് നിലവിൽ തണ്ടർ ബോൾട്ട് കടുത്ത നടപടികളിലേക്ക് ഇവിടെ കടക്കാത്തത്. നേരത്തെ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അന്ന് CPI രംഗത്ത് വന്നു. തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ സർക്കാരിന് നിയോഗിക്കേണ്ടതായി വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഒഴിവാക്കിയിരിക്കുന്നത്. അതിന്റെ ഫലമായി തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ വളരെ സജീവമായി ഈ മേഖലകളിൽ ഇറങ്ങുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഏതായാലും കേന്ദ്ര ഇന്റലിജൻസ് കൂടുതൽ മുന്നറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നത്. കൂടുതൽ വനമേഖലകളിലേക്ക് ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് ശക്തമായ തിരിച്ചടി സംസ്ഥാനത്തിനുണ്ടാകും. പിന്നീട് ഇവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചാൽ പോലും അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഇതിനെയും അവഗണിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ തന്നെ തുടരുകയാണ്. ഇതിനു മുന്നോടിയായി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ വനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇത്തരം മേഖലകളിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിലെ യോഗം വിളിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ DGPയും ഈ യോഗത്തിൽ പങ്കെടുക്കണം. എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് എന്ന് ഈ യോഗത്തിൽ വിശദീകരിക്കേണ്ടി വരും. ഇതിനൊപ്പമാണ് ഈ തണ്ടർ ബോൾട്ട് സേനാംഗങ്ങളെ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. പ്രധാനമായും പോലീസിൽ ആൾക്ഷാമം രൂക്ഷമായി തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് കൂടി തണ്ടർ ബോൾട്ടിൽ നിന്ന് സേനാംഗങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. സേനാംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെയാണ് ഈ തണ്ടർ ബോൾട്ടിന് പരിശീലനം ഉൾപ്പെടെ നൽകുന്നത്. വനമേഖലകളിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടലുകൾ നടത്തേണ്ടത്, സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കേണ്ടത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ പരിശീലനം തണ്ടർ ബോൾട്ടിന് പല കാലങ്ങളായി നൽകി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നൽകുന്ന CRPFലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ടാണ് തണ്ടർ ബോൾട്ടിന് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരെയാണ് നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം കൂടി ഈ യോഗത്തിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും.